ഹായ് ഗായ്സ്. അപ്പം നമ്മുടെ പളനി ട്രിപ്പിൻ്റെ ഫസ്റ്റ് ഡേ ആയിരുന്നു ഇന്ന്. രാവിലെ എണീച്ച് കുളിച്ച് ഫ്രഷായി അപ്പോഴത്തേക്കിന് മായനിക്ക ബസ്സായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പ്രൈമസ് ആയിരുന്നു നമ്മുടെ ബസ്. പ്രൈമസിൻ്റെ ലേറ്റസ്റ്റ് മോഡൽ മീൻസ് പുതിയ വണ്ടിയായിരുന്നു. അപ്പോൾ നമ്മൾ ക്യാബിനിൽ തന്നെ ആയിരുന്നു. മായനിക്കയോടൊക്കെ കാര്യം പറഞ്ഞ് ക്യാബിനിൽ ചില്ലടിച്ചിരുന്നായിരുന്നു. അപ്പം നമ്മൾ ആദ്യം പോയത് കൊട്ടാരക്കര അമ്പലത്തിലോട്ടായിരുന്നു. കൊട്ടാരക്കര ഗണപതി അമ്പലം. അപ്പം നമ്മൾ ചെന്നപ്പോഴേ എല്ലാവരും നോക്കണ്ടായിരുന്നു നമ്മുടെ ബസ്സിനെ. പുതിയ ബസ്സല്ലേ, അങ്ങനെ അന്യായ ലുക്കാണ് നമ്മുടെ ബസ്. അങ്ങനെ നമ്മൾ ഇറങ്ങി ബസ്സിൻ്റെ ഒരു വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ നമ്മളെല്ലാം ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ട് നേരെ അമ്പലത്തിലോട്ട് പോയി. അപ്പം അമ്പലത്തിൻ്റെ എൻട്രി ആണിത്. അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു, എങ്കിലും കുഴപ്പമില്ല. അങ്ങനെ നമ്മൾ തൊഴുതിട്ടിറങ്ങി ഒരു വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ നമ്മൾ വീണ്ടും വണ്ടി കയറി. പോയ വഴിക്ക് പുനലൂർ തൂക്കുപാലമൊക്കെ കണ്ട്. ഇതാണ് മായനിക്ക, നമ്മുടെ സ്വന്തം മായനിക്ക. പിന്നെ ഇതാണ് ജീന, അക്കു. പിന്നെ ഇതാണ് നമ്മുടെ ഉമേഷ് ചേട്ടൻ, വായിലക്കുന്നിലപ്പൻ. പിന്നെ നമ്മൾ നേരെ പോയത് അച്ചൻകോവിലോട്ടായിരുന്നു. പോകുന്ന വഴിയെല്ലാം അന്യായ വൈബ്, ആ കിഡിലൻ ക്ലൈമറ്റ് ആയിരുന്നു. അങ്ങനെ നമ്മൾ അച്ചൻകോവിൽ ചെന്നു. അവിടെ 10 തൊട്ട് 50 വയസ്സ് വരെയുള്ളവർക്ക് ഉള്ളിൽ പ്രവേശിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ സൈഡിലുള്ള കുളത്തിലായിരുന്നു. അപ്പം നെക്സ്റ്റ് നമ്മൾ എത്തിയത് തിരുമലൈക്കോവിലായിരുന്നു. അപ്പം അതിൻ്റെ മുകളിൽ നിന്നിട്ടുള്ള വ്യൂ ആണിത്. അവിടെ നല്ല മഴയായിരുന്നു. മഴയെന്ന് വെച്ചാൽ കിടിലൻ മഴ. കുടയൊക്കെ ആയിട്ട് മുകളിൽ നിൽക്കാനേ പറ്റത്തില്ലായിരുന്നു. അതുപോലെ തന്നെ മുകളിൽ നിന്നുള്ള ആ ടോപ്പ് വ്യൂ ഇടുമായിരുന്നു. അന്യായ കാറ്റുമായിരുന്നു. പിന്നെ നമ്മൾ പോയത് കുറ്റാലത്താണ്. അപ്പോൾ കുറ്റാലത്തിൽ നിന്ന് നമ്മൾ കുളിച്ച് വെള്ളച്ചാട്ടത്തിലൊക്കെ കുളിച്ചിട്ട് എല്ലാവരും കൂടി വീഡിയോ ഒക്കെ എടുത്ത് നൈസായിരുന്നു. നൈസ് വൈബായിരുന്നു. അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ടായിരുന്നു, മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വണ്ടി നിർത്തി. അപ്പോൾ എനിക്ക് ഫുഡ് വേണ്ടാത്തതുകൊണ്ട് ഒരു ഡയറി മിൽക്കൊക്കെ മേടിച്ച് കഴിച്ചു. പിന്നെ നമ്മൾ വീണ്ടും ബസ്സിൽ കയറി. നല്ല മഴയൊക്കെ ആയതുകൊണ്ട് ഇരുണ്ടുകൂടി ഇരുന്നാണ്. അപ്പം വീണ്ടും നമ്മൾ ക്യാബിനിൽ തന്നെ നേരെ പളനി. നമ്മളിപ്പോൾ പളനിയിലോട്ടുള്ള ഇതിലാണ്. പിന്നെ ഇടയ്ക്ക് പാട്ടൊക്കെ ഇട്ട് ഡാൻസൊക്കെ കളിച്ച് എല്ലാവരും ചിന്തി വൈബായിരുന്നു. ഫുള്ളി മൂഡ്. അങ്ങനെ നൈസ്, എല്ലാവരും ഓണായിരുന്നു. ഫുൾ ഓൺ, ഫുൾ പവർ. ഇതൊക്കെ കണ്ടിട്ട് എന്നോട് എല്ലാവരും ചോദിക്കുന്നുണ്ട്, നിങ്ങൾ പളനിക്ക് തന്നെയാണോ പോയെന്ന്. പിന്നെ വണ്ടിയിൽ നോക്കി എടുത്ത് ഞാനൊക്കെ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് കളിക്കുകയായിരുന്നു. പിന്നെ നമ്മൾ പളനിയിലെത്തി. അവിടെ എത്തിയിട്ട് നമുക്ക് സ്റ്റേ എടുക്കണം. അതിനുള്ള പോക്കാണ് ഈ പോകുന്നത്. അപ്പം നമുക്ക് സ്റ്റേ കിട്ടിയത് നമ്മുടെ മെയിൻ എൻട്രിയുടെ അടുത്ത് തന്നെ ആയിട്ടാണ്, ഫ്രണ്ടിൽ തന്നെ ആയിട്ടായിരുന്നു. അപ്പം നമുക്ക് ആദ്യം കിട്ടിയ റൂം ഭയങ്കര മോശമായിരുന്നു. പിന്നെ നമ്മൾ താഴെ ചേട്ടൻ അച്ഛനൊക്കെ എടുത്ത റൂമിലോട്ട് പോയി. അമ്മ, ചേട്ടൻ, ഞാൻ, അപ്പുറത്തെ കട്ടിൽ അനിയനുണ്ടായിരുന്നു. അങ്ങനെ രാവിലെ എണീച്ച് വീണ്ടും മല കയറാൻ, മീൻസ് പളനി മല കയറാനുള്ള പോക്കാണിത്. അപ്പം നമ്മൾ പളനിയിലൊക്കെ കയറി തൊഴുതിറങ്ങി. അപ്പം നമ്മൾ നെക്സ്റ്റ് കമ്പം തേനിയിലോട്ട് പോവാണ്. ഇതാണ് മായനിക്ക. അപ്പം നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ നിർത്തി. അപ്പം ഫുഡ് കഴിക്കാൻ ഒരു ബിരിയാണിയും ഫ്രൈഡ് റൈസും കഴിച്ചു. പിന്നെ ഞാൻ വീണ്ടും അക്കുവിൻ്റെ മടിയിൽ പോയി കിടന്നുറങ്ങി. അത് കഴിഞ്ഞ് നമ്മൾ മുന്തിരിത്തോട്ടത്തിലെത്തി. ഇവിടെ വൈബായിരുന്നു. മുന്തിരി പറിക്കലിന് പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ഞങ്ങളത് കേൾക്കും എല്ലാവരും വരച്ച്. പക്ഷേ ഫ്രഷ് മുന്തിരിയാണ് കേട്ടോ, നല്ല ഭംഗി ഇതൊക്കെ കാണാൻ. അങ്ങനെ അക്കു നടന്ന് ഒരു കൊല്ലം മുന്തിരി ഇങ്ങ് പറിച്ച്. എന്നെ ആര് കാണാഞ്ഞോണ്ട് ഭാഗ്യം. പിന്നെ നമ്മൾ നേരെ പോയി വീട്ടിലോട്ടുള്ള പോക്കാണേ. ഇനി എങ്ങും സ്റ്റോപ്പില്ല, കാരണം ഇരുട്ടും മഴയായതുകൊണ്ട് നമുക്ക് പരുത്തമ്പാറ കയറാൻ ടൈം ഉണ്ടായിരുന്നില്ല. പിന്നെ പോയ വഴിക്ക് വെള്ളച്ചാട്ടമൊക്കെ കണ്ടു. പിന്നെ ഫുള്ള് കോടയായിരുന്നു. കോട മീൻസ് നൈസ്, അന്യായ വൈബായിരുന്നു. റോഡൊന്നും കാണാൻ പറ്റാത്ത രീതി കോടയായിരുന്നു. പിന്നെ നമ്മൾ കുട്ടിക്കാനം എത്തിയപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഇറങ്ങി വഴിക്ക് ഞങ്ങളെല്ലാവരും കൂടി ചേർന്നിട്ട് ഒരു വീഡിയോ ഒക്കെ എടുത്തു. നൈസായിരുന്നു. പിന്നെ ഞാനും അക്കുവും ഫുഡൊക്കെ കഴിച്ചിട്ട് തണുത്ത് വിറച്ച് വന്ന് നിൽക്കുന്ന വീഡിയോ ആണ് ഇത്. അക്കു പല്ലൊക്കെ കടിച്ചിട്ട് അക്കുവിന് സംസാരിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ നേരെ വീട്ടിലോട്ടാണ് പോയത്. അപ്പം ട്രിപ്പ് തീരുന്നതിൻ്റെ വിഷമത്തിലും വീട്ടിൽ വന്നതുകൊണ്ടും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല.